കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 908. സൂറത്തു സുമർ ആയത്തുകൾ 1 മുതൽ 20 വരെ. സൂറത്തു സുമർ 39 അസുമർ മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 75. സുമർ എന്നാൽ കൂട്ടങ്ങൾ എന്നർത്ഥം. ഭക്തന്മാർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്കും സത്യനിഷേധികൾ കൂട്ടം കൂട്ടമായി നരകത്തിലേക്കും നയിക്കപ്പെടുമെന്ന് ഈ അധ്യായത്തിൻ്റെ അവസാനം വ്യക്തമാക്കുന്നു. പേജ് നമ്പർ 1603. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേര്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ. സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد الخلق في ظلمات 3. ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون. إنه عليم بذات الصدور. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله. قل تمتع بكفرك قليلا إنك من أصحاب النار. أمن هو قانت آناء الليل
ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب قل إني أمرت أن أعبد الله مخلصا له الدين وأمرت لأن أكون أول المسلمين قل إني أخاف إن عصيت ربي عذاب يوم عظيم قل الله أعبد مخلصا له ديني فاعبدوا ما شئتم من دونه قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين لهم من فوقهم ظلل من النار ومن تحتهم ظلل ذلك يخفف الله به عباده يا عباد فاتقون والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب أفمن حق عليه كلمة العذاب أفأنت تنقذ من في النار لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار وعد الله لا يخلف الله الميعاد. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 909 സൂറത്തു സുമർ ആയത്ത് 1 പേജ് നമ്പർ 1603 തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം പ്രതാപശാലിയും അഗാധജ്ഞനുമായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം കെട്ടിപ്പറഞ്ഞതല്ല ഖുർആൻ, അതൊരിക്കലും സാധ്യമല്ല. ആയത്ത് 2 ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് സത്യസമേതം ഈ ഗ്രന്ഥം നിനക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. ഉള്ളടക്കത്തിലെ വിഷയങ്ങൾ മുഴുവനും സത്യമാണ്. കഴിഞ്ഞ കാലത്ത് നടന്നതും വരാനിരിക്കുന്നതും പ്രപഞ്ചം, ഭൂമി, മനുഷ്യർ, ജീവജാലങ്ങൾ, പരലോകം, സ്വർഗം, നരകം തുടങ്ങിയവയെ സംബന്ധിച്ചും എന്തെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം യാഥാർത്ഥ്യമാകുന്നു. യാതൊരു അസത്യവും ഇതിൽ കലർന്നിട്ടില്ല. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അതുകൊണ്ട് കീഴ്വണക്കത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിയ അവസ്ഥയിൽ അള്ളാഹുവിനെ നീ ആരാധിക്കുക. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ സ്വയം നേടിയെടുക്കാൻ കഴിയാതെ വരുമ്പോഴും അപകടങ്ങൾ ഒഴിവാക്കാൻ സ്വയം കഴിയാതെ വരുമ്പോഴും പ്രാർത്ഥിക്കുക എന്നതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ലാത്ത ഘട്ടങ്ങളിൽ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് പ്രശ്നം. പ്രാർത്ഥിച്ച വിഷയം അറിയുകയും അത് സംബന്ധിച്ച് വേണ്ടത് ചെയ്യാൻ കഴിവുണ്ടായിരിക്കുകയും ചെയ്യുന്നത് ആരാണോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ നിലയിൽ പ്രാർത്ഥിക്കുവാനാണ് ഇവിടെ പറയുന്നത്. ഈ പ്രാർത്ഥന ആരാധനയാണ്. സൽക്കർമ്മം ചെയ്യലും ദുഷ്കർമ്മം ഉപേക്ഷിക്കലും ആരാധന. നല്ല വാക്ക് പറയലും ദുഷിച്ച വാക്ക് ഉപേക്ഷിക്കലും ആരാധന. നല്ല വിചാരം വെച്ചുകൊണ്ടിരിക്കൽ ആരാധന. ദുർവിചാരം ഉപേക്ഷിക്കലും ആരാധന. ഇവിടെയെല്ലാം പ്രാർത്ഥന വരുന്നു എന്നതാണ് കാരണം. പ്രാർത്ഥനയാണ് ആരാധന എന്ന പ്രസിദ്ധമായ ഹദീസ് കാര്യം വ്യക്തമാക്കുന്നു. അത് ശരിക്കും മനസ്സിലാക്കിയാൽ ഇബാദത്ത് എന്താണെന്ന് മനസ്സിലാകും.
ഇത് പ്രവർത്തിച്ചാൽ അള്ളാഹു പ്രതിഫലം തരും, ഇത് ഒഴിവാക്കിയാൽ അള്ളാഹു ശിക്ഷിക്കും എന്ന ചിന്തയാണ് ആ പ്രാർത്ഥനയുടെ ജീവൻ. ആയത്ത് 3. അലാലില്ലാഹിൽ ദീനുൽ ഖാലിസ്, അലാലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിന് തന്നെയാകുന്നു. പേജ് നമ്പർ 1604. والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى, ഞങ്ങളെ അള്ളാഹുവിങ്കലേക്ക് ബന്ധപ്പെടുത്തി അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരെ ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിട്ട് മറ്റ് രക്ഷകന്മാരെ സ്വീകരിച്ചവർ. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നാഭിപ്രായക്കാരായി തീരുന്ന വിഷയങ്ങളിൽ അള്ളാഹു നിശ്ചയമായും വിധി കൽപ്പിക്കുന്നതാകുന്നു. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, നിശ്ചയമായും മഹാനന്ദി കെട്ടവനും കളവ് പറയുന്നവനുമായ യാതൊരുത്തനെയും അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. പുണ്യവാളന്മാരെയും ഷേഖന്മാരെയും ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് പുണ്യവാന്മാരാണ്. അവർ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കാം എന്നേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അവർ സ്വന്തമായി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവർ മുഖേന അള്ളാഹുവിലേക്ക് സാമീപ്യം നേടിത്തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെയാണ് ഇക്കൂട്ടരുടെ ന്യായവാദങ്ങൾ. ഈ വാദം തനിക്കള്ളവും നന്ദികെട്ട സത്യനിഷേധവുമാണെന്ന് ഖുർആൻ ചൂണ്ടിക്കാട്ടുന്നു. ബഹുദൈവവിശ്വാസികളുടെ അടിസ്ഥാനരഹിതമായ ന്യായവാദങ്ങൾ മാത്രമാണിവ. സത്യം മനസ്സിലാക്കി സ്വീകരിക്കുവാൻ തയ്യാറുള്ളവനെയാണ് അള്ളാഹു നേർവഴിയിലാക്കുക. മനസ്സിലാക്കാൻ തയ്യാറാകാതെ കേട്ടാൽ ക്ഷണം തള്ളിക്കളയുന്ന സ്വഭാവക്കാരെ അള്ളാഹു കൈവിട്ട് കളയും. ആയത്ത് 4. ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ, അവൻ സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുമായിരുന്നു. അങ്ങനെ സന്താനത്തെ അവൻ സ്വീകരിച്ചിട്ടില്ല, അങ്ങനെ ഉദ്ദേശിക്കുകയും ഉണ്ടായിട്ടില്ല എന്ന് തീർത്തു പറയുകയാണ്. മനുഷ്യരിൽ വലിയൊരു വിഭാഗം സ്വീകരിച്ചിട്ടുള്ള ആശയമാണ് ദൈവത്തിന് മകനുണ്ടെന്ന വാദം. തീർത്തും അടിസ്ഥാനരഹിതമായ ആ വാദത്തെ ഖുർആൻ പാടെ തള്ളിക്കളയുന്നു. സുബ്ഹാന ഹുവൽ വാഹിദുൽ ഖഹാർ, അവൻ്റെ പരിശുദ്ധതയെ ഞാൻ പ്രകീർത്തിക്കുന്നു, എല്ലാത്തിനെയും ജയിച്ചടക്കുന്ന ഏകനായ അള്ളാഹുവാണവൻ. ആയത്ത് 5. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ്, ആകാശങ്ങളെയും ഭൂമിയെയും സത്യസമേതം അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ശരിയായ ഉദ്ദേശ്യത്തോടെയാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത്, കളിയോ തമാശയോ ആയിട്ടല്ല. പേജ് നമ്പർ 1605. യുകവ്വിറുൽ ലൈല അലൻ നഹാരി, രാവിനെ പകലിൻ്റെ മേൽ അവൻ ചുറ്റിപ്പൊതിയുന്നു. യുകവ്വിറുൻ നഹാറ അലൽ ലൈൽ, പകലിനെ രാവിൻ്റെ മേലും അവൻ ചുറ്റിപ്പൊതിയുന്നു. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവൻ വഴിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ, ഓരോന്നും നിശ്ചിത അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അലാ ഹുവൽ അസീസുൽ ഗഫാർ, ശ്രദ്ധിക്കുക, അവൻ തന്നെയാണ് ഏറെ പൊറുക്കുന്നവനായ പ്രതാപശാലി. രാത്രിയെ പകലിന്മേലും പകലിനെ രാത്രിയുടെ മേലും ചുറ്റിപ്പൊതിയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിനുവേണ്ടി ഉപയോഗിച്ച യുകവ്വിറു എന്ന പ്രയോഗം ഭൂമിയുടെ ഗോളാകൃതിയെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ നാമം ഖുറത്ത്, ഗോളം അഥവാ പന്ത് എന്നാണ്. ഭൂമിയുടെ ഗോളാകൃതി ഭൗതികശാസ്ത്രം കണ്ടെത്തിയത് 15-ാം നൂറ്റാണ്ടിലാണ്. ആയത്ത് 6. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഏകദേഹത്തിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. സുമ്മ ജഅല മിൻഹാ സൗജഹാ, പിന്നെ അതിൽ നിന്ന് അതിൻ്റെ ഇണയെ അവൻ സൃഷ്ടിച്ചു. മുസ്ലിങ്ങളും വേദക്കാരും യോജിക്കുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. ആദ്യം പടച്ചവൻ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, പിന്നീട് ഇണയായി ഹവ്വായിനെയും. മനുഷ്യവർഗത്തിൻ്റെ പിതാവും മാതാവും ഒന്നാണ്. പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വ്യക്തമാക്കിയ ശേഷം മനുഷ്യോത്പത്തിയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യരുപയോഗിക്കുന്ന കന്നുകാലികളെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കന്നുകാലികളിൽ നിന്ന് 8 ജോഡികളെയും ഇറക്കിത്തന്നു. 8 ജോഡികളിൽ നിന്ന് പറഞ്ഞത് അൻആം 143, 144 വ്യക്തമാക്കിയിട്ടുണ്ട്. ചെമ്മരിയാട്, കോലാട്, ഒട്ടകം, മാട് എന്നീ വർഗങ്ങളിലെ ആണും പെണ്ണുമാണവ. يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3,
നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ വെച്ച് ഒരു രൂപത്തിലുള്ള സൃഷ്ടിക്കു ശേഷം മറ്റൊരു രൂപത്തിലുള്ള സൃഷ്ടിയായി 3 അന്ധകാരങ്ങൾക്കുള്ളിലായി നിങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു. പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും സംയോജിച്ചതിനു ശേഷം പൂർണ്ണ വളർച്ചയെത്തിയ ശിശുവാകുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഇവിടെ സൂചന നൽകുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെപ്പറ്റി സൂറത്തുൽ മുഅ്മിനൂൻ 14 ഖുർആൻ വ്യക്തമാക്കിയത് ഓർക്കുക. 3 അന്ധകാരങ്ങൾക്കുള്ളിലായി നിങ്ങളെ സൃഷ്ടിക്കുന്നുവെന്ന് ഇവിടെ പറഞ്ഞല്ലോ. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിച്ചു വളർത്താൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഗർഭാശയത്തിന് ഏകദേശം 8 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയും 4 സെൻറ്റിമീറ്റർ ഘനവും ആണുള്ളത്. വളരെ ഉറപ്പേറിയ അവയവമായ ഗർഭപാത്രം ഭ്രൂണം വളരാൻ തുടങ്ങുന്നതോടെ മൃദുവായിത്തീരും. പേജ് നമ്പർ 1606. 8 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ഗർഭപാത്രം പ്രസവം അടുക്കുമ്പോൾ 30 സെൻറ്റിമീറ്റർ ആയിത്തീരും. ഉൾവ്യാപ്തം 500 മടങ്ങ് വർദ്ധിക്കും. ഗർഭാശയമുഖത്ത് നിന്നും അണ്ഡവാഹിനിക്കുഴലിലെത്താൻ ബീജത്തിന് 1 മണിക്കൂറെങ്കിലും വേണം. അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെട്ട ശേഷം 24 മണിക്കൂറിനകം ബീജം അണ്ഡവാഹിനിക്കുഴലിലെത്തിയാൽ മാത്രമേ ബീജസങ്കലനം നടക്കൂ. അണ്ഡവാഹിനിക്കുഴലിലെത്തുന്ന 100 കണക്കിന് ബീജങ്ങളിൽ ലക്ഷണമൊത്ത 1 മാത്രം അണ്ഡവുമായി സംയോജിക്കും. അണ്ഡവാഹിനിക്കുഴലിൻ്റെ ആദ്യ ഭാഗത്ത് ബീജസങ്കലനം നടക്കുന്നതോടെ തല, കഴുത്ത്, വാൽ എന്നീ ഭാഗങ്ങളുള്ള ബീജത്തിൻ്റെ വാൽ വേർപ്പെടുന്നു. ബീജസങ്കലനം കഴിഞ്ഞ അണ്ഡത്തെ സിക്താണ്ഡം അഥവാ സൈഗോട്ട് എന്ന് പറയുന്നു. അത് വളർന്നാണ് ഭ്രൂണം അഥവാ എംബ്രിയോ ആയിത്തീരുന്നത്. അണ്ഡവാഹിനിക്കുഴലിൻ്റെ നിരന്തരമായ സങ്കോചങ്ങൾ ഭ്രൂണത്തെ മുന്നോട്ട് നീക്കും. അണ്ഡോത്സർജനം കഴിഞ്ഞ് 4-ാം ദിവസം ഗർഭപാത്രത്തിലെത്തുന്നു. ഓരോ 12 മണിക്കൂറിലും ഭ്രൂണം കോശവിഭജനത്തിന് വിധേയമാകും. ഏതാണ്ട് ഒരു പന്തിൻ്റെ ആകൃതിയിലുള്ള ഭ്രൂണം 7-ാം ദിവസം ഗർഭപാത്രത്തിൻ്റെ ആന്തരിക പാളിയായ എൻട്രോമെട്രിയത്തിൻ്റെ കോശങ്ങളെ ദ്രവീകരിച്ച് ഉള്ളിൽ കടക്കാൻ ആരംഭിക്കും. ഒരു കോശമാണ് 9 മാസം കൊണ്ട് 2000 കോടി കോശങ്ങളായി വർദ്ധിക്കുന്നത്. ഭ്രൂണത്തിൻ്റെ ഭദ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഗർഭപാത്രത്തിലുണ്ട്. കട്ടിയുള്ള 3 പേശിപാളികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗർഭപാത്ര ഭിത്തി തന്നെയാണ് ഗർഭസ്ഥ ശിശുവിന് സംരക്ഷണം നൽകുന്ന ഒന്നാമത്തേത്. കോറിയോൺ, ആംബിയോൺ തുടങ്ങിയ പാടകളും അത് ഉൾക്കൊള്ളുന്ന പ്ലാസൻ്റയുമാണ് രണ്ടാമത്തേത്. പുറമേയുള്ള അടിവയറിൻ്റെ ഭിത്തി ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അത് മൂന്നാമത്തേതാണ്. ഈ 3 ഭിത്തികൾ ശിശു വളർച്ചയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങളോടെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. വെളിച്ചം തട്ടുന്നത് ഭ്രൂണത്തിൻ്റെ വളർച്ചയെ തടയും. വെളിച്ചത്തിൽ നിന്ന് ഭ്രൂണത്തെ സംരക്ഷിക്കുന്നതും ഈ ഭിത്തികളുടെ ധർമ്മമാണ്. 3 തരം ഇരുട്ടുകൾ എന്ന് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത് തികച്ചും അർത്ഥവത്താകുന്നു. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. ലഹുൽ മുൽക്ക്, അവനാകുന്നു ആധിപത്യം. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനയില്ല. ഫഅന്നാ തുസ്റഫൂൻ, എന്നിട്ട് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് ഇങ്ങനെ. മേൽപ്രകാരമെല്ലാം ചെയ്തവൻ പരമാധികാരമുള്ളവനും നിങ്ങളുടെ ആരാധനക്കർഹനും അവകാശിയുമാണ്. അവനെ ആരാധിക്കൽ നിങ്ങളുടെ ബാധ്യതയുമാണ്. അതുതന്നെയാണ് നിങ്ങളുടെ രക്ഷാമാർഗം. എന്നിട്ടും ഈ ശരിയായ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എങ്ങനെ? ആയത്ത് 7. ഇൻ തക്ഫുറൂ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങൾ നിഷേധിക്കുന്ന പക്ഷം നിശ്ചയമായും അല്ലാഹു നിങ്ങളിൽ നിന്ന് ധന്യനാകുന്നു. വലാ യർദാ ലിഇബാദിഹിൽ കുഫർ, അല്ലാഹു തൻ്റെ ദാസന്മാരുടെ അവിശ്വാസത്തെ തൃപ്തിപ്പെടുകയില്ല. പേജ് നമ്പർ 1607. ഫഇൻ തഷ്കുറു യർദഹു ലക്കും, നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം അത് അവൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്നതാകുന്നു. അവിശ്വസിക്കുക, സത്യം നിഷേധിക്കുക എന്നീ അർത്ഥങ്ങളിലും നന്ദികേട് കാണിക്കുക എന്ന അർത്ഥത്തിലും കുഫർ എന്ന പദം ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇവിടെ രണ്ടർത്ഥവും പ്രസക്തമാണെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു: എൻ്റെ അടിയാന്മാരെ, നിങ്ങളിൽ ആദ്യമുള്ളവനും അവസാനമുള്ളവനും നിങ്ങളിലുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാം തന്നെ നിങ്ങളിൽ ഏറ്റവും ദുഷിച്ച ഒരുവൻ്റെ ഹൃദയത്തോടു കൂടിയവരായിരുന്നാലും അത് എൻ്റെ രാജാധിപത്യത്തിൽ നിന്ന് യാതൊന്നും തന്നെ കുറവ് വരുത്തുന്നതല്ല. മുസ്ലിം 67:37. കുറ്റം ചുമക്കുന്ന ഏതൊരാളും മറ്റൊരുവൻ്റെ കുറ്റം ഏറ്റുവാങ്ങുകയില്ല. ആദം നബി അലൈഹിസ്സലാം വിരോധിക്കപ്പെട്ട പഴം തിന്ന കുറ്റം ലോകാവസാനം വരെ ജനിക്കുന്നെങ്കിൽ എല്ലാ മനുഷ്യരിലും ചുമത്തുകയും അങ്ങനെ എല്ലാവരുടെയും കുറ്റം ഈസാ നബി അലൈഹിസ്സലാം ഏറ്റുവാങ്ങുകയും അതിനൊക്കെയും പരിഹാരമായി ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ കയറി മരിക്കുകയും ചെയ്തു എന്ന വാദം ഏറ്റവും വലിയ അനീതിയാകുന്നു. കുറ്റം ചെയ്തവൻ്റെ പുത്രനോ പിതാവോ പാപഭാരം വഹിക്കേണ്ടതില്ല. പാപം ചെയ്തവൻ മാത്രം വഹിച്ചാൽ മതി. അതായത് അത് ഇസ്ലാമിക വിശ്വാസത്തിന് എതിരാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം അത് തെറ്റാണ്. തുമ്മ ഇലൈ റബ്ബിക്കും മർജിഉക്കും, പിന്നെ നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ,
അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അവൻ നിങ്ങൾക്ക് വിവരം നൽകുന്നതാകുന്നു. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ അധികവും മറന്നിരിക്കും, അവൻ മറക്കുകയില്ല. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിശ്ചയമായും അവൻ ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 910. സൂറത്തു സുമർ ആയത്ത് 8, പേജ് നമ്പർ 1607. വഇദാ മസ്സൽ ഇൻസാന ദുർറൻ, മനുഷ്യന് വല്ല ദുരിതവും ബാധിക്കുമ്പോൾ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, അവൻ തൻ്റെ റബ്ബിൻ്റെ നേരെ മടങ്ങിയവനായ അവസ്ഥയിൽ അവൻ പ്രാർത്ഥിക്കുന്നതാകുന്നു. സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു, പിന്നെ അവൻ്റെ പക്കൽ നിന്നുള്ള വല്ല അനുഗ്രഹവും അവൻ സൗകര്യപ്പെടുത്തി കൊടുക്കുമ്പോൾ നസിയ മാ കാന യദൂ ഇലൈഹി മിൻ ഖബൽ, മുമ്പ് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അവൻ മറക്കും. വ ജഅല ലില്ലാഹി അൻദാദ, അള്ളാഹുവിന് അവൻ പങ്കാളികളാക്കുകയും ചെയ്യും. പേജ് നമ്പർ 1608. ലിയുദില്ല അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിക്കുവാൻ തക്കവണ്ണം. ദുരിതവും ദുഃഖവും അനുഭവപ്പെടുമ്പോൾ ക്ഷമ അവലംബിക്കുകയും സുഖവും സൗകര്യവും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് നന്ദി പറയുകയും ചെയ്യലാണ് ശരിയായ മാർഗം. നേരെ മറിച്ച് സുഖവും സൗകര്യവുമാകുമ്പോൾ അള്ളാഹുവിനെ പറഞ്ഞിട്ട് നേർച്ചക്കാരുടെ അനുഗ്രഹമായി കണക്കാക്കി അള്ളാഹുവിനെ ഓർമ്മിക്കാതിരിക്കാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നുള്ള വ്യതിയാനമാകുന്നു. ചിലർ തങ്ങളുടെ സ്വന്തം ബുദ്ധിയും കഴിവും കാരണമായി നേടിയെടുത്തതാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യും. പലരും ഈ പിഴച്ച മാർഗത്തിലാണ്. കുൽ തമത്തഅ ബികുഫ്രിക ഖലീല, പറയുക, നീ നിന്റെ സത്യനിഷേധവുമായി അല്പം സുഖിച്ചുകൊള്ളുക. ഇന്നക മിൻ അസ്ഹാബിൻ നാർ, നിശ്ചയമായി നീ നരകത്തിൻ്റെ ആളുകളിൽ പെട്ടവനാകുന്നു. ആയത്ത് 9. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ ഭക്തനായിരിക്കുന്നവനാണോ ഉത്തമൻ? സാജിദൻ വഖായിമാ, സാജിദൻ വഖായിമാ, അവൻ സുജൂദ് ചെയ്തും നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയും യഹ്ദറുൽ ആഖിറത, പരലോകത്തെ അവൻ ഭയപ്പെടുകയും യർജു റഹ്മത റബ്ബി, തൻ്റെ റബ്ബിൻ്റെ കാരുണ്യം അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവനാണ് ഉത്തമൻ. അഥവാ മുൻ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നേർച്ചക്കാരുടെ വകയായി കണക്കാക്കുകയോ സ്വന്തം കഴിവാണെന്ന് അഹങ്കരിക്കുകയോ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്നവനോ ആരാണ് ഉത്തമൻ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ചോദിക്കുക. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, വേണ്ടു വിചാരമുള്ള ബുദ്ധിമാന്മാർ മാത്രമേ ചിന്തിച്ചു മനസ്സിലാക്കുകയുള്ളൂ. മരണാനന്തര ജീവിതത്തിലെ വിജയമാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് മനസ്സിലാക്കി കാര്യങ്ങളെ വിലയിരുത്തുന്നവരാണ് യഥാർത്ഥ വിവരമുള്ളവർ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന സത്യവിശ്വാസികൾ അവരാണ്. അവർ പരലോക ശിക്ഷയെ ഭയപ്പെടുന്നു. മൗലിക വിശ്വാസമാണത്. ആയത്ത് 10. ഖുൽ യാ ഇബാദില്ലദീന ആമനു, പറയുക, സത്യവിശ്വാസികളായിട്ടുള്ള എൻ്റെ അടിമകളെ. പേജ് നമ്പർ 1609. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, നന്മ പ്രവർത്തിച്ചവർക്ക് ഈ ഐഹിക ജീവിതത്തിൽ നന്മയുണ്ട്. വഅർദുല്ലാഹി വാസിഅ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാകുന്നു. ഒരു നാട്ടിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കാതെ വന്നാൽ ആ നാട് ഒഴിവാക്കി വേറെ നാട്ടിലേക്ക് പോകണം. നിങ്ങളുടെ സ്ഥലത്ത് ദുർജനങ്ങളുടെ അക്രമം നിമിത്തം താമസിക്കാൻ പ്രയാസമുണ്ടായാൽ മറ്റു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറി താമസിക്കാം. ഭൂമി വിശാലമായതാകുന്നു. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, സഹനശീലന്മാർക്ക് അവരുടെ പ്രതിഫലം കണക്ക് നോക്കാതെ പൂർത്തിയാക്കി കൊടുക്കപ്പെടുന്നതാകുന്നു. ആയത്ത് 11. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, പറയുക, കീഴ്വണക്കത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിയ അവസ്ഥയിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉമിർതു ലി അൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, ആത്മാർപ്പണം ചെയ്തവരിൽ ഒന്നാമൻ ഞാൻ ആയിരിക്കണമെന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ മാതൃകാ പുരുഷനാണ്, ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചവരിൽ ഒന്നാമൻ. അതുകൊണ്ട് അദ്ദേഹം ജനങ്ങളോട് പറയുന്നു, മുസ്ലിങ്ങൾ എൻ്റെ ജീവിത രീതി കണ്ട് പിന്തുടർന്ന് ജീവിക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് നേതൃത്വം നൽകുന്നവനാകണമെന്ന് എന്നോട് കൽപ്പിച്ചു. മാത്രമല്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് എന്നെ പിൻപറ്റുവാൻ തക്കവണ്ണം നേർമാർഗത്തിൽ നേതൃത്വം നൽകുന്നവനാക്കേണമേ എന്ന ഒരു പ്രാർത്ഥന അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിരന്തരം നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുമുണ്ട്. ആയത്ത് 13.
ഖുൽ ഇന്നി അഖാഫു ഇൻ അസ്വൈതു റബ്ബി അദാബ യൗമിൻ അദീം. പറയുക, നിശ്ചയമായും ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിക്കുന്ന പക്ഷം ഗുരുതരമായൊരു ദിവസത്തിലെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. ആളെ നോക്കുകയില്ല, വിഷയം മാത്രമേ നോക്കുകയുള്ളൂ. വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി. ആയത്ത് 14. ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. പറയുക, എൻ്റെ കീഴ്വണക്കം അല്ലാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ തന്നെ ഞാൻ ആരാധിക്കുന്നു. ആയത്ത് 15. ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനി. എന്നാൽ അവൻ്റെ പുറമെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക. പേജ് നമ്പർ 1610. നിർബന്ധിക്കുന്ന ഏർപ്പാട് ഇവിടെയില്ല. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇഷ്ടം പോലെ ചെയ്യുവാൻ അനുവദിക്കലാണ് ഇവിടുത്തെ നടപടി. ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ. പറയുക, നിശ്ചയമായും തങ്ങളുടെ സ്വന്തത്തെയും തങ്ങളുടെ കുടുംബങ്ങളെയും അന്ത്യനാളിൽ നഷ്ടം വരുത്തിയവരാരോ അവർ തന്നെയാണ് മഹാനഷ്ടക്കാർ. അലദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ശ്രദ്ധിക്കുക, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. സ്വന്തത്തെ നഷ്ടപ്പെടുത്തുക എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ വിധിയുണ്ടാകുമ്പോൾ സ്വയം രക്ഷപ്പെടുവാൻ തക്കവണ്ണം സൂക്ഷിച്ച് ജീവിക്കാതിരിക്കൽ. കുടുംബങ്ങളെ നഷ്ടം വരുത്തുക എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ വിധിയുണ്ടാകുമ്പോൾ രക്ഷപ്പെടുവാൻ തക്ക നിലയിൽ അവർക്ക് ജീവിത പരിശീലനം നൽകാതിരിക്കൽ. ആയത്ത് 16. ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാരി. അവർക്ക് അവരുടെ മുകളിൽ നിന്ന് തീയിൻ്റെ മേൽക്കുമേൽ തട്ടുകളുണ്ട്. വമിൻ തഹ്തിഹിം ദുലൽ. അവരുടെ അടിയിൽ നിന്നും തീയിൻ്റെ തട്ടുകളുണ്ട്. ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹ്. അതിനെപ്പറ്റി തന്നെയാണ് അള്ളാഹു അവൻ്റെ അടിമകളെ ഭയപ്പെടുത്തുന്നത്. യാ ഇബാദി ഫത്തഖൂൻ. എൻ്റെ അടിമകളെ, അതുകൊണ്ട് നിങ്ങൾ എന്നെ സൂക്ഷിക്കുവീൻ. ആയത്ത് 17. വല്ലദീന ജിത്തനബു ത്വാഗൂത അൻ യഅ്ബുദുഹ. ദുർമൂർത്തിയെ അവയെ ആരാധിക്കുന്നതിനെ വർജിക്കുകയും. ത്വാഗൂത്ത് എന്നാൽ പിശാച് അഥവാ ദുർമൂർത്തി. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അധികപക്ഷവും ഈ അഭിപ്രായക്കാരാണ്. ഭാഷാർത്ഥ പ്രകാരം അതിരുവിട്ടവൻ, ധിക്കാരി, ദുർനടപ്പുകാരൻ എന്നും ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവാചക പ്രബോധനങ്ങളുടെയും പ്രവാചകന്മാരുടെ ചരിത്ര പശ്ചാത്തലങ്ങളുടെയും വെളിച്ചത്തിൽ പിശാചി എന്ന അർത്ഥം തന്നെയാണ് സാങ്കേതികമായി പരിഗണിക്കേണ്ടത്. അള്ളാഹുവിന് പുറമെ മനുഷ്യരാൽ ആരാധിക്കപ്പെടുകയും അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഏതൊരാളും തഗൂത്ത് തന്നെ. ഇത്തരക്കാരെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പിശാചാകുന്നു. ഫിർഔൻ, സായിബാബ, അമൃതാനന്ദമയി, മാർപ്പാപ്പ, ദലൈലാമ തുടങ്ങി ആരാധിക്കപ്പെടുന്ന സിദ്ധന്മാർ ത്വാഗൂത്തുകളാണ്. ജനങ്ങൾ അർപ്പിക്കുന്ന ആരാധനകൾ ഇഷ്ടപ്പെടുന്നവരും അതിൽ തൃപ്തിപ്പെടുന്നവരുമാണ് ഈ കൂട്ടർ. ഇന്ത്യയിൽ മാത്രം ഇത്തരത്തിലുള്ള 1000-ൽ പരം ജീവിക്കുന്ന മനുഷ്യദൈവങ്ങളുണ്ടത്രേ. അറിയപ്പെട്ട പ്രാദേശിക മൂർത്തികൾ വേറെയും. എന്നാൽ പ്രാർത്ഥിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും മനുഷ്യരും ത്വാഗൂത്തിൽ വരുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരാൽ പ്രാർത്ഥിക്കപ്പെടുന്നവരാണ് ഈസാ അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയം റളിയല്ലാഹു അൻഹായും. അവർ ത്വാഗൂത്തല്ലല്ലോ. അവർ മനുഷ്യരുടെ ഈ പ്രവൃത്തിയെ ഇഷ്ടപ്പെടുകയോ തൃപ്തിപ്പെടുകയോ ചെയ്യുന്നില്ല, വെറുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനാണ് അവർ പറഞ്ഞത്. പ്രാർത്ഥിക്കപ്പെടുന്ന അനേകം പുണ്യാത്മാക്കളും ഇങ്ങനെ തന്നെ. അതായത് ഇവിടെ മറ്റു മതക്കാർ അവരുടെ വിശ്വാസപ്രകാരം അവർ ചില മൂർത്തികളെ, വ്യക്തികളെ, ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ആയവരെ ആരാധിക്കുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം അവരൊക്കെ ത്വാഗൂത്തുകളാണ് എന്നതാണ്. അവർ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ആശയപ്രകാരം ആ ആരാധിക്കപ്പെടുന്ന വ്യക്തികൾ അവർ സ്വയം തന്നെ അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ അവർ ത്വാഗൂത്തുകളാണ്. അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരാണ്. പേജ് നമ്പർ 1611. എന്നാൽ ഇത്തരം വഴിപിഴച്ച മുഴുവൻ പ്രാർത്ഥനകൾക്കും പ്രേരണ പിശാചിൻ്റേതാണ്. അത് സ്വീകരിക്കുന്നതും പിശാചാകുന്നു. അതാണ് ഒന്നാമത്തെ അർത്ഥമായി എല്ലാവരും പിശാചിനെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഫിർഔൻ ത്വാഗൂത്താകുന്നത് അവൻ സ്വയം ഇലാഹായി ചമയുകയും ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തത് മൂലമാണ്. അതല്ലാത്ത ഭരണാധികാരികൾ ഇതിൽ പെടുന്നില്ല. ദിവ്യത്വം ചമയുകയും ജനം അത് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാരും ഗണിതക്കാരുമുണ്ട്. അവരുടെ അടുക്കലേക്ക് വിധി തേടിപ്പോകുന്നവരെ ഖുർആൻ എതിർത്തതായി കാണാം. എന്നാൽ ഇസ്ലാമിന് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയവർ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്ന കോടതികളെയും ഭരണകൂടങ്ങളെയും ത്വാഗൂത്തായും കണ്ട് പലതും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയും അഭൗതികമായ പരിഗണനയും അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ വ്യാഖ്യാനം തെറ്റാണ്. അവയിൽ ദിവ്യത്വത്തിൻ്റെ പരിവേഷമോ സങ്കല്പമോ ഇല്ലാത്തതിനാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, താഗൂത്തിനെ വെടിയുക എന്ന ഖുർആനിക കൽപ്പനയുടെ സാങ്കേതിക പരിധിയിൽ വരുന്നില്ല. എന്നാൽ അവയെല്ലാം താഗൂത്തിൻ്റെ യഥാർത്ഥ വകുപ്പിൽപ്പെടുത്തുകയും അവരോടുള്ള അനുസരണം ബഹുദൈവാരാധനയാണെന്നും
വാദിച്ച മൗദൂദിയുടെ സിദ്ധാന്തം തികഞ്ഞ അതിര് കവിച്ചലും ഖുർആനിന് വിരുദ്ധവുമാകുന്നു. തന്നിഷ്ടപ്രകാരമുള്ള ഈ അർത്ഥവ്യാഖ്യാനത്തിൻ്റെ പ്രചാരകർ തൗഹീദിൻ്റെ കൽപ്പനയിലും വിശദീകരണത്തിലും സ്വയം അനുഷ്ഠിക്കാൻ പോലും കഴിയാത്തത്ര ആശയക്കുഴപ്പം വരുത്തി വച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഫാത്തിഹയുടെ വ്യാഖ്യാനം നോക്കുക. അതായത് അള്ളാഹുവിനെ മാത്രമാണ് അനുസരിക്കേണ്ടത് എന്ന വാദം തെറ്റാണ്. അള്ളാഹുവിന് മാത്രമാണ് ആത്യന്തികമായിട്ടുള്ള അനുസരണ എന്നത് ശരിയുമാണ്. അതേപോലെ നിയമ നിർമ്മാണാധികാരം യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമാണ് എന്നതും സത്യവിശ്വാസി ഉൾക്കൊള്ളേണ്ട ഒരു പരമാർത്ഥമാണ്. എന്നാൽ മറ്റു നിയമങ്ങളെ അനുസരിക്കുക എന്നതുകൊണ്ട് മാത്രം ഒരാൾ ശിർക്കിൽപ്പെടുന്നില്ല. ഒരാൾ വോട്ട് ചെയ്തു എന്നുകൊണ്ട് ശിർക്കിൽപ്പെടില്ല. ഒരാൾ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചു എന്നുകൊണ്ട് ശിർക്കിൽപ്പെടില്ല. അത് അള്ളാഹുവിൻ്റെ നിയമത്തിന് എതിരാണെങ്കിൽ ആ നിയമത്തിന് പ്രാബല്യമുണ്ട്, അതല്ലെങ്കിൽ അതിൽ തെറ്റില്ല, അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരായ നിയമം തെറ്റില്ല എന്നൊക്കെ വിശ്വസിക്കുമ്പോഴാണ് പ്രശ്നം. അള്ളാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷ വാർത്ത. ഫബശ്ശിർ ഇബാദ്, അതുകൊണ്ട് എൻ്റെ അടിമകളെ സന്തോഷ വാർത്ത അറിയിക്കുക. ആയത്ത് 18. അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും ഫയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. അങ്ങനെ അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവരായ അള്ളാഹു നേർവഴിയിലാക്കിയവരാണവർ. ഉൾവിചാരമുള്ള ബുദ്ധിമാന്മാരും അവർ തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് എതിർക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാൻ തികച്ചും അബദ്ധമാണ്. ശ്രദ്ധിച്ചു കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക, എന്നിട്ട് അതിലേറ്റവും നല്ലതേതോ അത് സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. സന്മാർഗം ലഭിക്കലോ അവർക്കാവൂ. ഇന്നതേ കേൾക്കാവൂ വായിക്കാവൂ എന്ന കടുംപിടുത്തം ഉണ്ടാകാൻ പാടില്ല. ഇഷ്ടപ്പെട്ടവർ പറയുന്നത് എല്ലാം സ്വീകരിക്കുക, ഇഷ്ടപ്പെടാത്തവർ പറയുന്നത് മുഴുവൻ തള്ളിക്കളയുക. ഈ രണ്ട് നിലപാടും ശരിയല്ല. രണ്ടിനെ സംബന്ധിച്ച് നന്നായി ചിന്തിച്ച് നല്ലത് തിരഞ്ഞെടുക്കണം. ആയത്ത് 19. അഫമൻ ഹഖ്ഖ അലൈഹി കലിമത്തുൽ അദാബി, ശിക്ഷയുടെ വചനം തൻ്റെ മേൽ സ്ഥിരപ്പെട്ടവനാരോ അവനെ നിനക്ക് സഹായിക്കാനാകുമോ? പേജ് നമ്പർ 1612. അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, നരകത്തിലകപ്പെട്ടവനെ രക്ഷിക്കുന്നത് നീയാണോ? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ പല വിശേഷതകളും നൽകി അള്ളാഹു അനുഗ്രഹിച്ച ഈ പുണ്യപ്രവാചകന് പോലും നരകാവകാശിയായി യാതൊരുത്തനെയും രക്ഷിക്കാൻ കഴിയുകയില്ല. നരകത്തിൽ നിന്ന് സ്വന്തം മകളായ ഫാത്തിമയെ പോലും രക്ഷിക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഉണർത്തിയ സംഭവം വളരെ അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ തരത്തിലുള്ളവർ യാതൊരു വിധത്തിലും രക്ഷപ്പെടുകയില്ല. ആയത്ത് 20. ലാക്കിനില്ലദീന തഖൂ റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവരാരോ അവർ ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയ്യത്തുൻ, അവർക്ക് മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ട മണിമാടങ്ങളുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അവയുടെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അല്ലാഹുവിൻ്റെ വാഗ്ദാനം അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. ഇമാം അഹ്മദും 22,956 മറ്റും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ചില മണിമാടങ്ങളുണ്ട്, അവയുടെ പുറം ഭാഗം ഉള്ളിൽ നിന്ന് കാണപ്പെടും, ഉൾഭാഗം പുറമെ നിന്നും കാണപ്പെടും. അള്ളാഹു അവയെ ഒരുക്കി വച്ചിരിക്കുന്നത് ഭക്ഷണം ദാനം ചെയ്യുകയും സൗമ്യമായി സംസാരിക്കുകയും തുടരെ നോമ്പ് പിടിക്കുകയും ജനങ്ങൾ ഉറങ്ങുന്ന നേരത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാവുന്നു.